സർക്കാർ നിയന്ത്രണത്തിലുള്ള വിവിധ ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ ഉയർന്ന പദവികളിൽ ഇടത് നേതൃത്വം നിയമിച്ചവരെ സംരക്ഷിക്കാനാണ് UDF സർക്കാരിന്റെ നീക്കം. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ബോർഡ് മാനേജിംഗ് ഡയറക്ടർ പദവി വഹിക്കുന്നത് CPM നേതാവാണ്. സർക്കാരിന്റെ മൗനാനുവാദത്തോടെയാണ് ഇദ്ദേഹം ഇപ്പോഴും ഈ പദവിയിൽ തുടരുന്നത്. ഭരണം മാറിയതോടെ വിവിധ ബോർഡ് കോർപ്പറേഷൻ തലപ്പത്തുകളിലെല്ലാം രാഷ്ട്രീയ നിയമനം ലഭിച്ചവരിൽ മിക്കവരും രാജിവെച്ച് കഴിഞ്ഞു. ചിലർക്ക് പക്ഷേ ഇക്കാര്യത്തിൽ ചില ഇളവുകൾ കിട്ടുന്നുണ്ടത്രേ. സംസ്ഥാനത്തെ ഭരണസ്ഥാപനങ്ങളിലൊന്നായ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിൽ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് CPM നേതാവ് കൂടിയായ K മൊയ്തീൻകുട്ടിയാണ്. ഇടതനുകൂല സർവീസ് സംഘടനയായ KGOയുടെ സംസ്ഥാന നേതാവ് കൂടിയായിരുന്നു മൊയ്തീൻകുട്ടി. റിട്ടയർ ചെയ്തെങ്കിലും സംഘടനയിൽ സജീവമാണ് ഇദ്ദേഹം ഇപ്പോഴും. രാഷ്ട്രീയം ഇതാണെങ്കിലും നിലവിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന വകുപ്പിന് കീഴിലായതുകൊണ്ട് തന്നെയാണ് മൊയ്തീൻകുട്ടി ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ MD നിലവിൽ തുടരുകയും ചെയ്യുന്നത്. CPM നേതാവായിരുന്നിട്ടും മൊയ്തീൻകുട്ടിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാത്തതിൽ UDFനുള്ളിൽ തന്നെ അമർഷമുയർന്നിട്ടുണ്ട്. UDF ഭരണത്തിലും CPM നേതാക്കൾക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്നതിന്റെ തെളിവ് കൂടിയാണ് മൊയ്തീൻകുട്ടിയുടെ പദവിയിലെ തുടർച്ചയും ചൂണ്ടിക്കാട്ടുന്നത്. UDF ഭരണം തുടരുന്ന 5 വർഷവും ഇദ്ദേഹത്തിന് സ്ഥാനത്ത് തുടർന്നാൽ അത്ഭുതമില്ലെന്നാണ് അണിയറ സംസാരം. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സണായിരുന്ന ജയാഡാളി ഭരണം മാറിയുടൻ രാഷ്ട്രീയ നിയമനം ലഭിച്ച ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിരുന്നു. ഉന്നത പദവിയിലിരുന്നുള്ള CPM നേതാവിന്റെ ഭരണത്തിനെതിരെ നിലവിൽ പരാതികൾ ഉയർന്നിട്ടും വകുപ്പ് ഭരിക്കുന്ന ലീഗ് മന്ത്രിയാകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച മട്ടിലാണ്. ഡീലാരോപണത്തിൽ എന്നും മുന്നിലാണ് ഇടത് വലത് മുന്നണികൾ. എന്നാൽ ഭരണം മാറിയിട്ടും സുപ്രധാന തസ്തികകളിൽ തന്നെയാണ് ഇന്നും CPM നേതാക്കൾ അടക്കമുള്ളവർക്ക് സ്ഥാനം. UDF സർക്കാർ ഇതേത് നയമെന്ന് വ്യക്തമാക്കേണ്ടത് മന്ത്രിസഭയും മന്ത്രിമാരുമാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ മനോജിനൊപ്പം KB ശ്യാമപ്രസാദ്, ജനം.